ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 37 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. അതേപോലെയുള്ള 5 കുപ്പായത്തിന് എത്ര തുണി വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, അതെങ്ങനെ എഴുതാം. ഒരു കുപ്പായത്തിന് വേണ്ട തുണിയുടെ അളവ് എന്ന് പറഞ്ഞത് എത്രയാണ് പറഞ്ഞത്? 1.5 മീറ്റർ ആണ് അല്ലേ. 1.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 + 1/2 ആണ്. 1 × 1/2 അല്ല, 1 + 1/2 ആണ്. 1 മീറ്ററും പിന്നെ ഒരു 1/2 മീറ്ററും അല്ലേ. അപ്പോൾ 1.5 മീറ്റർ ആണ് ഒരു കുപ്പായത്തിന് വേണ്ട തുണിയുടെ അളവ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 5 കുപ്പായത്തിന് വേണ്ട തുണിയുടെ അളവ് എത്രയായിരിക്കും? 1.5നെ 5 കൊണ്ട് ഗുണിക്കണം അല്ലേ. 5 1.5 ആയിരിക്കും വേണ്ടത് അല്ലേ. അപ്പോൾ 1.5 × 5 എന്ന് എഴുതാം. ഇനി എങ്ങനെയാണ് ഈ 1.5 × 5 നമ്മൾ ചെയ്യുക? നമുക്കറിയാം 1.5 എന്ന് പറയുന്നത് 1 + 1/2 എന്നല്ലേ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? 1.5 എന്നുള്ളതിനെ നമ്മളത് ഒരു മിശ്ര ഭിന്നാണല്ലോ അല്ലേ, അതിനെ നമുക്കൊരു വിഷമ ഭിന്നാക്കണം. അതായത് ഒന്നിനെ പിന്നെ ഫസ്റ്റുള്ള ആ 1നെ താഴെയുള്ള 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഒരു 2 2, പിന്നെ ശിഷ്ടമായിട്ടുള്ള ഒന്നില്ലേ മുകളിലുള്ള അത് അതിലേക്ക് കൂട്ടുക. അപ്പോൾ 3/2 എന്ന് എഴുതിയിട്ട് അതിന് 5 കൊണ്ട് ഗുണിക്കാം. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ 1.5 എന്നുള്ളതിനെ 1 + 1/2 എന്ന് എഴുതുക. എന്നിട്ട് × 5, ആ 5നെ നമ്മൾ 1 കൊണ്ടും ഗുണിക്കണം 1/2 കൊണ്ടും ഗുണിക്കണം. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് 1നെ 5 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എന്താണ്? ഒരു 5 5 അല്ലേ. പിന്നെ അടുത്തത് 1/2നെ 5 കൊണ്ട് ഗുണിക്കുകയാണ്. 1/2നെ 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കൂ. 1/2 എന്ന് പറയുന്നത് 1/2, 5 എന്ന് പറയുന്നത് 5/1 ആണ്. നമ്മൾ 5 എന്ന് എഴുതുന്നതേ ഉള്ളൂ, അതിൻ്റെ താഴെ /1 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അംശങ്ങൾ തമ്മിലും ഛേദങ്ങൾ തമ്മിലും ഗുണിക്കാൻ പറ്റും. അപ്പം മുകളിൽ അംശം എന്താണ്? 1 ഉം 5 ആണ്. അപ്പോൾ ഒരു 5 5, പിന്നെ താഴെ 2 1 അല്ലേ. അപ്പോൾ ഒരു 2 2. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 5/2 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, 5 + 5/2 എന്ന് കിട്ടിയില്ലേ. ഇനി 5/2 എന്ന് പറയുന്നത് ഒരു വിഷമ ഭിന്നാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മിശ്ര ഭിന്നാക്കണം. അപ്പോൾ എന്തെഴുതാം? വീണ്ടും നമ്മൾ 5 + പിന്നെ 5/2 എന്നുള്ളതിനെ മാറ്റി എഴുതണം. 5/2നെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? എത്ര 2 ഉണ്ട് 5ൽ? 2 2 അല്ലേ ഉള്ളത്, അത് ആദ്യം എഴുതുക. എന്നിട്ട് ശിഷ്ടം ഉണ്ടല്ലോ അതിൽ, അത് മുകളിൽ എഴുതുക. എത്രയാണ്? മുകളിൽ 1 അല്ലേ, ശിഷ്ടം 1 അല്ലേ വരുന്നത്. അപ്പോൾ 1 അംശമായിട്ട് 1 എന്ന് എഴുതാം. പിന്നെ ഛേദമായിട്ട് എത്രയാണോ ഛേദം അത് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ 2 1/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 + 2 1/2 എന്ന് കിട്ടിയല്ലോ. ഈ 2 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 + 1/2 ആണ്. അപ്പോൾ 5 + 2 + 1/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 5 2 7 അല്ലേ. 7 1/2 എന്ന് എഴുതിക്കൂടെ? പ്ലസിനെ മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ 7 1/2, 7 1/2 എന്ന് പറഞ്ഞാൽ 7 + 1/2 ആണ് നമുക്കറിയാം. അപ്പോൾ 7 1/2 മീറ്റർ എന്ന് എഴുതാം അല്ലേ. 7.5 മീറ്റർ തുണിയാണ് നമുക്ക് 5 കുപ്പായത്തിന് വേണ്ടത്. ഇനി ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിലും കൂടി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതെങ്ങനെയാണ് ചെയ്യുക? ഒരു രീതിയിലും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ, 5 കുപ്പായത്തിന് എത്രയാണ് തുണി വേണ്ടത്? 1.5 × 5 ആണ് നമ്മൾ നേരത്തെ തന്നെ എഴുതി. അപ്പോൾ 1.5 എന്നുള്ളതിനെ നമുക്ക് എന്തെഴുതാം? വിഷമ ഭിന്നായിട്ട് മാറ്റി എഴുതാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വലിയ 1 ഇല്ലേ, ആദ്യം എഴുതിയ ആ 1നെ പിന്നെ അംശം ഛേദമായിട്ട് എഴുതുക. അരയിലുള്ള താഴെയുള്ള 2 കൊണ്ട് ഗുണിക്കുക. 1 × 2, അപ്പോൾ 2. പിന്നെ ശിഷ്ടമായിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള 1 അതിലേക്ക് കൂട്ടുക. അപ്പോൾ 2ക്ക് 1 കൂട്ടുമ്പോൾ 3. അപ്പോൾ 3/2 എന്നാണ് അത് എഴുതേണ്ടത്. അപ്പോൾ 3/2നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 3/2നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാണ്? ആ മുകളിലുള്ളത് 2 ഗുണിക്കുക. അതായത് 3നെ 5 കൊണ്ട് ഗുണിക്കുക. 15/2 എന്ന് അതുപോലെ എഴുതാം. അപ്പോൾ 15/2 എന്ന് കിട്ടി. ഇനി 15/2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അത് ഒരു വിഷമ ഭിന്നാണ്. അപ്പോൾ നമ്മളതിനൊരു മിശ്ര ഭിന്നാക്കി മാറ്റണം. അപ്പോൾ 15/2, 15ൽ എത്ര 2 ഉണ്ട്? 7 2 എത്രയാണ്? 14 ആണല്ലേ. അപ്പോൾ 7 2 ആണുള്ളത്. അപ്പോൾ 7 ശിഷ്ടം എത്ര വരുന്നുണ്ട്? പിന്നെ 1 അല്ലേ. 7 2 14 ആണ്. ബാക്കി ശിഷ്ടം 1 വരുന്നുണ്ട്. അപ്പോൾ 7 1/2 എന്നല്ലേ നമുക്ക് ആൻസർ കിട്ടുന്നത്. എന്ന് വെച്ചാൽ 7.5 മീറ്റർ തുണിയാണ് നമുക്ക് വേണ്ടത് എന്ന് സാരം. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനി നോക്കൂ, 1 കിലോഗ്രാം വെണ്ടക്കയുടെ വില 30 രൂപ. 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകും എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, അതെങ്ങനെയാണ് ചെയ്യുക? 1 കിലോഗ്രാം വെണ്ടയുടെ വില എന്ന് പറഞ്ഞത് 30 രൂപയാണ് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാം വെണ്ടയുടെ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2.5 × 30 കണ്ടാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 രീതിയിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഈസി എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നോക്കൂ, ഞാനിവിടെ ചെയ്ത് കാണിച്ചത് എങ്ങനെയാണെന്ന് നോക്കൂ. 2.5 എന്നുള്ളതിനെ നമ്മൾ 2 + 1/2 എന്ന് എഴുതിയില്ലേ.
എന്നിട്ട് അതിനെ 30 കൊണ്ട് ഗുണിക്കുക. അതായത് 2 പ്ലസ് അര, അതായത് 1/2, 2 പ്ലസ് 1/2 ഇൻറ്റു 30 എന്ന് ആദ്യം എഴുതി. ഇനി നോക്കൂ, ആ ബ്രാക്കറ്റിലുള്ള 2നും അരക്കും എന്ത് ബാധകമാണ്? 30 ബാധകമാണ്. അതുകൊണ്ട് തന്നെ 2 ഇൻറ്റു 30 പ്ലസ് അര ഇൻറ്റു 30 എന്ന് എഴുതിയില്ലേ. അര എന്ന് പറഞ്ഞാൽ 1/2 കേട്ടോ. ഞാൻ അര എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ അര ഇൻറ്റു 30 എന്ന് എഴുതി. ഇനി 2 ഇൻറ്റു 30 എത്രയാണ്? 2 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 60 അതുപോലെ 1/2 ഇൻറ്റു 30 എന്ന് പറഞ്ഞാലോ 30/2 ആണ്. അപ്പോൾ ഈ 30/2 എന്ന് പറഞ്ഞാൽ എത്ര നമുക്കറിയാമല്ലേ. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15 എന്ന് കിട്ടൂലേ. അപ്പോൾ 60 പ്ലസ് 15 എന്ന് എഴുതാം. 60ഉം 15ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 75 രൂപ നമുക്ക് ആൻസർ കിട്ടും. ഇനി മറ്റേ മെത്തേഡിൽ ചെയ്താൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 75 രൂപ എന്ന് തന്നെയാണ് കിട്ടുക. അതെങ്ങനെയാണ്? 2.5 എന്നുള്ളതിനെ നമ്മൾ 5/2 എന്ന് എഴുതൂലേ. എങ്ങനെ 5/2 എന്ന് കിട്ടിയത്? 2നെ ഛേദമായിട്ടുള്ള 2 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അംശമായിട്ടുള്ള 1 കൂട്ടുക. അതായത് 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5. അപ്പോൾ 5/2 എന്ന് എഴുതുക. പിന്നെ ഛേദം അതുപോലെ തന്നെ എഴുതണം. അപ്പോൾ 5/2 എന്ന് എഴുതുക. 5/2 ഇൻറ്റു 30 കണ്ടാൽ മതി. 5/2 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഇൻറ്റു 30 എത്രയാണ്? 5 3 15, പിന്നെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 150 അല്ലേ. 5 30 എന്ന് പറഞ്ഞാൽ 150 അല്ലേ. അപ്പോൾ 150/2 എന്ന് കിട്ടി. 150/2 എത്രയാണ്? 150നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 75 അല്ലേ. അപ്പോൾ 75 രൂപ എന്ന ആൻസർ കിട്ടിയില്ലേ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും. ഈ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നോക്കൂ, നമുക്കിതെങ്ങനെ ചെയ്യാം. 1 മണിക്കൂർ കൊണ്ട് നടക്കുന്ന ദൂരം എന്ന് പറഞ്ഞത് എത്രയാണ്? 2.5 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 1.5 ഇൻറ്റു 2.5 കാണണം അല്ലേ. ഇനി നോക്കൂ, നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിലാണെങ്കിൽ 1.5 എന്നുള്ളതിനെ 1 പ്ലസ് അര, 2.5 എന്നുള്ളതിന് 2 പ്ലസ് അര, എന്നിട്ട് ഓരോന്നിനും പരസ്പരം ഗുണിച്ചിട്ട് അതെല്ലാം കൂടെ കൂട്ടണം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1.5 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 2 പ്ലസ് 1, അതായത് 3/2 എന്ന് എഴുതാം. പിന്നെ 2.5 എന്നുള്ളതിനോ 2 ഇൻറ്റു 2 പ്ലസ് 1, അതായത് 5/2 എന്ന് എഴുതാം അല്ലേ. അപ്പം 3/2 ഇൻറ്റു 5/2 കാണുമല്ലേ, നമുക്ക് ഈസി. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ 3/2നെ 5/2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ അംശങ്ങൾ എന്തൊക്കെയാണ്? 3ഉം 5ഉം അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 15, 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 15/4 എന്ന് കിട്ടൂലേ. അപ്പോൾ നോക്കൂ, 15/4 എന്ന് പറയുന്നത് ഒരു വിഷമ ഭിന്നാണ് അല്ലേ. അതിന് നമുക്കൊരു മിശ്ര ഭിന്നാക്കണം. 15/4 കിലോമീറ്റർ നടന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ. അപ്പോൾ നമ്മൾ അതിനൊരു മറ്റൊരു രീതിക്ക് മാറ്റണം. എങ്ങനെയാണ് മാറ്റുക? 15നെ 4 കൊണ്ട് ഹരിക്കുക. ആൻസറായി കിട്ടുന്നത് ആദ്യം എഴുതുക, ശിഷ്ടമായി കിട്ടുന്നത് അംശമായിട്ട് എഴുതുക, ഛേദം അതായത് ആ 4 എന്നുള്ളത് 4 തന്നെ എഴുതുക. അപ്പോൾ 15ൽ എത്ര 4 ഉണ്ട്? എത്ര 4ആണ് പിന്നെ 15ലുള്ളത്? 3 4 ഉണ്ട് അല്ലേ. 3 4 എത്രയാണ്? 12. പിന്നെ 4 4 16 അപ്പോൾ 15ൻ്റെ ഉള്ളിൽ കിട്ടുന്നില്ല. അപ്പോൾ 3 4 12 എന്ന് പറയുന്നത്. അപ്പോൾ 3 കിട്ടുന്നത് അല്ലേ. 3 4 അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം 3, പിന്നെ ശിഷ്ടമായിട്ട് എത്രയാണ് കിട്ടുന്നത്? 15ന്ന് 12 കുറക്കുമ്പോൾ 3 കിട്ടും. അപ്പോൾ ശിഷ്ടം 3. അപ്പോൾ 3 3/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി 15/4 എങ്ങനെയാണ് 3 3/4 എന്ന് എഴുതിയത് നിങ്ങൾക്ക് അറിയാമായിരിക്കൂലേ. ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ സൈഡിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് 15നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 15ൽ എത്ര 4 ഉണ്ട് എന്ന് ആദ്യം നോക്കുക. അപ്പോൾ എത്രയാണ്? 3 ആണല്ലേ. അപ്പോൾ അത് മുകളിൽ എഴുതാം 3. അപ്പോൾ 3 4, പിന്നെ എന്താ നമ്മൾ ഹരിക്കുമ്പോൾ ചെയ്യുക? 3 4 12 എന്ന് എഴുതണം അല്ലേ. ഇനി എന്താ ചെയ്യുക? 15ന്ന് 12 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുക? 3 എന്ന് കിട്ടുമല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഹരിച്ചപ്പോൾ ആൻസറായിട്ട് കിട്ടിയില്ല, എത്രയാണ്? 3. ശിഷ്ടം എത്ര കിട്ടിയത്? അതും 3 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആൻസറായിട്ടുള്ള 3നെ ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് ശിഷ്ടം അംശമായിട്ട് എഴുതുക. പിന്നെ ഛേദമായിട്ട് ആദ്യം എന്തായിരുന്നോ ഛേദം ഉണ്ടായിരുന്നത്, അതായത് എന്തുകൊണ്ടാണോ നമ്മൾ ഹരിച്ചത് അത് തന്നെ എഴുതുക. അപ്പോൾ 3 3/4 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നാക്കി മാറ്റുന്നത്. ഇനി തിരിച്ച് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നാക്കി മാറ്റാൻ എന്താ ചെയ്യുക? സപ്പോസ് 3 3/4 നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുക? ആ 3 എന്നില്ലേ, ഫസ്റ്റത്തെ 3 താഴെയുള്ള 4 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് മുകളിലുള്ള 3 അതിലേക്ക് കൂട്ടുക. അപ്പോൾ എത്രയാണ്? 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12. 12ക്ക് 3 കൂട്ടുമ്പോൾ 15 അല്ലേ. അപ്പോൾ മുകളിൽ 15 എന്ന് എഴുതുക. താഴെ എത്രയാണോ മറ്റേൽ ഛേദമുള്ളത് അത് തന്നെ എഴുതുക. അപ്പോൾ 15/4 എന്നും കിട്ടും. അപ്പോൾ തിരിച്ചും ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.